ഹലോ നമസ്കാരം. ഞാനിന്ന് സർക്യൂട്ട്സിലെ ഓപ്പൺ ക്ലോസ് ഷോർട്ട് സർക്യൂട്ട്സിനെ കുറിച്ചും റെസിസ്റ്റൻസിൻ്റെ സീരീസ് പാരലൽ കോമ്പിനേഷനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. ഇനിയൊരു ഓപ്പൺ സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. ഓപ്പൺ സർക്യൂട്ടിൽ മാക്സിമം വോൾട്ടേജ് വിൽ ബി പ്രസൻറ്റ് അറ്റ് ദി ഓപ്പൺ ടെർമിനൽസ്. ഈ ചിത്രത്തിൽ ഒരു 12 വോൾട്ട് DC സോഴ്സും അതുപോലെ 12 വോൾട്ടിൻ്റെ ഒരു ലൈറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോഴ്സിന് അക്രോസ് വോൾട്ട് മീറ്ററും അതുപോലെ ലാമ്പിന് സീരീസ് ആയിട്ട് ഒരു അമ്മീറ്ററും ഘടിപ്പിച്ചിട്ടുണ്ട്. സ്വിച്ച് ഓപ്പൺ ആയതുകൊണ്ട് ആണ് നമ്മളുടെ സർക്യൂട്ട് വർക്ക് ചെയ്യാത്തത്. പക്ഷേ ഓപ്പൺ ടെർമിനൽസ്, അതായത് ഈ സ്വിച്ചിന് അക്രോസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും. ഇവിടെ സപ്ലൈക്ക് അക്രോസ് 12 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ ലാമ്പിനുള്ളിൽ കൂടി 0 കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഒരു കറണ്ട് ഫ്ലോയും ഇല്ല ഓപ്പൺ സർക്യൂട്ടിൽ. ഇനി ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. തൊട്ട് മുമ്പ് കണ്ട ഓപ്പൺ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാക്കി മാറ്റാൻ പറ്റും. ഇവിടെ ആ 12 വോൾട്ട് DC സോഴ്സിൽ നിന്നും 12 വോൾട്ടിൻ്റെ ലാമ്പ് സ്വിച്ച് വഴി കറണ്ട് വന്ന് പ്രകാശിക്കുന്നുണ്ട്. ഇനി ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാക്സിമം വോൾട്ടേജ് വിൽ ബി പ്രസൻറ്റ് അക്രോസ് ദി കണക്റ്റഡ് ഡിവൈസ്. എത്രയാണോ നമ്മളുടെ സപ്ലൈ വോൾട്ടേജ് അത്രയും വോൾട്ടേജ് തന്നെ നമ്മളുടെ കണക്റ്റഡ് ഡിവൈസിന് അക്രോസ് ഇവിടെ വർക്കാവും. ഇനി കറണ്ട് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ നോയിങ് ദി ലോഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്, അതായത് ഈ ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് കിട്ടിയാൽ മതി. ഓംസ് ലോ വെച്ച് I = V/R വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R = V/I ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇവിടെ കറണ്ട് 0.5 ആംപിയർ എന്നവർ തന്നിട്ടുണ്ട്. വോൾട്ടേജ് 12 വോൾട്ട് ആയതുകൊണ്ട് R = V/I ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് 24 ഓം എന്ന് കിട്ടും. ഇനി ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഈ സ്വിച്ച് SW1 ക്ലോസ് ആവുന്ന സമയത്ത് ഇപ്പോൾ ഇത് ക്ലോസ് സർക്യൂട്ടായി മാറി. ഇപ്പോൾ ഈ 12 വോൾട്ടും നമ്മളുടെ ലൈറ്റിന് അക്രോസ് വരുന്നുണ്ട്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.5 ആംപിയർ ആണ്. റെസിസ്റ്റൻസ് 24 വോൾട്ടാണ് അപ്പോൾ ഈ ലാമ്പിനുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ SPST സ്വിച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. SPST എന്ന് പറഞ്ഞാൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ, അതായത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള സ്വിച്ചാണ് SPST സ്വിച്ച് എന്ന് പറയുന്നത്. ഇനി ഒരു ഷോർട്ട് സർക്യൂട്ട് എന്താണെന്ന് നോക്കാം. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കണക്റ്റഡ് സപ്ലൈക്ക് അക്രോസ് ഡയറക്റ്റ് എന്തെങ്കിലും ഒരു ഷോർട്ട് കണക്ഷൻ വരിക. ഇതെന്തെങ്കിലും ആക്സിഡൻഷ്യൽ കണ്ടീഷനിലേ സംഭവിക്കത്തുള്ളൂ. ഇങ്ങനെ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിന് അക്രോസ് വോൾട്ടേജ് ഒന്നും വരത്തില്ല. വെൻ ദെയർ ഈസ് എ ഷോർട്ട് ഈസ് ഹാപ്പൻഡ് അക്രോസ് ദി സപ്ലൈ വോൾട്ടേജ് അക്രോസ് ദി ഡിവൈസ് = 0. ഇവിടെ ലാമ്പിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വോൾട്ട്മീറ്റർ വെച്ച് നോക്കുമ്പോൾ 0 ആണ് കാണിക്കുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സപ്ലൈ വേറെ ഒരു ലൈൻ വഴി ഷോർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട് മാക്സിമൈസ് ചെയ്യും. നമ്മളുടെ ലോഡിന് എത്രമാത്രം കറണ്ടിനെ കൊടുക്കാൻ പറ്റുമോ അത്രയും കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസ് ഏറ്റവും കുറയുന്നതിനനുസരിച്ചാണ് കറണ്ട് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഷോർട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. ഇവിടെ ഇപ്പം അമ്മീറ്ററിനകത്തിൽ 109 ആംപിയർ എന്നാണ് കാണിക്കുന്നത്. അത്രയും ഹൈ പവർ വരുമ്പോഴത്തേക്കിനും ഹൈ ആംപിയർ ലോഡ് വരുമ്പോഴത്തേക്കിനും നമ്മളുടെ സർക്യൂട്ട് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ കൂടുതൽ ഡാമേജ് ഉണ്ടാവാൻ കാരണം. വോൾട്ടേജ് 0 ആവുകയും കറണ്ട് എത്രമാത്രം മാക്സിമം ആകാവോ അത്രമാത്രം മാക്സിമം ആകും. ഇനി AC സപ്ലൈയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇതിലും കൂടും. കാരണം ലോഡ് അനുസരിച്ച് നമ്മളുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് എത്ര കറണ്ട് വേണമെങ്കിലും വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മളുടെ കണ്ടക്ടേഴ്സ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. കാരണം ഫ്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂടുതൽ വരുമ്പോൾ ഫ്യൂസ് വയർ കട്ട് ഓഫ് ആയി നമ്മളുടെ സർക്യൂട്ടിനെ സേവ് ചെയ്യാൻ പറ്റും. ഇനിയൊരു ഓപ്പൺ സർക്യൂട്ടിന് ക്ലോസ് ആയിരിക്കുകയാണ്, ഷോർട്ട് ആയിരിക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ആംപിയർ മാക്സിമം, അതായത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാക്സിമം ആകും, വോൾട്ടേജ് 0 ആകും.
ഇനി ഒരു സീരീസ് കണക്ഷൻ എന്താണെന്ന് നോക്കാം. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ ഡിവൈസുകളെയും ഒരേ ലൈനിൽ കണക്ട് ചെയ്യുന്ന കണക്ഷനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 3 റെസിസ്റ്റൻസുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ക്ലോസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ R1, R2, R3 അതായത് 6, 3, 3 ഓംസ് ഉള്ള റെസിസ്റ്റൻസുകളാണ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് ആണ് ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ട് ഡിവൈഡ് ആയി പോകുന്നത്. ഒരേ കറണ്ട് തന്നെ ആയിരിക്കും 3 റെസിസ്റ്റൻസിൽ കൂടെയും ഫ്ലോ ചെയ്യുന്നത്. കാരണം കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരേ ഒരു പാത്തേ ഉള്ളൂ. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ്, സീരീസ് കണക്ഷനിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ചെയ്താൽ മതി. അതായത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ സീരീസ് കണക്ഷനിൽ അവയെല്ലാം കൂടെ ഡയറക്റ്റ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ഇനി നമുക്ക് ഓരോ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഇനിയും റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് 12 ഓം എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ട് I ഈക്വൽ ടു V/R ചെയ്യുമ്പോൾ വോൾട്ടേജ് 12 ആണ്, ടോട്ടൽ റെസിസ്റ്റൻസും 12 ആണ്. അതുകൊണ്ട് I ഈക്വൽ ടു 12/12 1 ആംപിയർ എന്ന് കിട്ടും. അതായത് ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണ്. ഇനി വോൾട്ടേജ് അക്രോസ് R1 അതായത് V1 ഈക്വൽ ടു ഓംസ് ലോ വെച്ച് I ഇൻറ്റു R1. സെയിം കറണ്ടാണ് എല്ലാത്തിലും ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് എല്ലാത്തിനും I എന്ന് കൊടുത്തിരിക്കുന്നത്. V1 ഈക്വൽ ടു IR1 ഈക്വൽ ടു 1 ഇൻറ്റു 6 വോൾട്ട് എന്ന് കിട്ടും. അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് R2 V2 ഈക്വൽ ടു IR2 ഈക്വൽ ടു 3 വോൾട്ട് എന്ന് കിട്ടും. ഇനി R3ക്ക് അക്രോസ് V3 ഈക്വൽ ടു 3 വോൾട്ട് എന്ന് കിട്ടും. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ വോൾട്ടേജ് ആയിട്ടുള്ള 12 ഈക്വൽ ടു 6 പ്ലസ് 3 പ്ലസ് 3 എന്ന് കിട്ടും. അതായത് V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പം 3 റെസിസ്റ്റർ ഞാൻ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു സീരീസ് ആയിട്ടുള്ള അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ഓരോ വോൾട്ട് മീറ്റേഴ്സ് V1, V2, V3 എന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് R1ന് അക്രോസ് 5.95 വോൾട്ട്, അതായത് റെസിസ്റ്റൻസിന് ചെറിയ ലോസുകൾ വരും. അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റായിട്ട് 6 വോൾട്ട് കിട്ടാത്തത്. അതിൻ്റെ അനുസരിച്ച് തന്നെ നമ്മളുടെ സപ്ലൈയിലുള്ള ആംബിയറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 റെസിസ്റ്റൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 6, 3, 3 എന്ന് എടുക്കും. സാധാരണ റെസിസ്റ്റേഴ്സിന് റിയൽ ടൈം യൂസിന് ചെറിയ ലോസുകൾ വരും. 5%, 1% ഒക്കെ പ്ലസ് ഓർ മൈനസ് പെർസെൻറ്റേജ് വരും. ആ ലോസ് കാരണമാണ് പിന്നെ നമ്മളുടെ സർക്യൂട്ടിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെയും ലോസുകൾ കാണും. അത് കാരണമാണ് ഇവിടെ 1 ആംപിയർ കറണ്ട് കിട്ടാത്തത്, 0.99 ആയത്. അതുകൊണ്ട് തന്നെ ഓരോ റെസിസ്റ്റൻസിൻ്റെയും വേരിയേഷൻ അനുസരിച്ച് R1ന് അക്രോസ് 5.95 അതായത് 6 വോൾട്ട് അടുത്തും, അതുപോലെ 3 ഓം റെസിസ്റ്റൻസിന് അക്രോസ് 2.97 വോൾട്ടും, അടുത്ത 3 വോൾട്ടിന് അക്രോസ് 2.97 വോൾട്ടും അപ്ലൈ ആവുന്നുണ്ട്. ഇവിടെ നമ്മുടെ വോൾട്ടേജ് ആണ് ഡിവൈഡ് ആയി പോയിരിക്കുന്നത്. 2.97ഉം 2.97ഉം 5.95ഉം കൂടെ കൂട്ടി നമ്മളുടെ ആ ഒരു അമ്മീറ്ററിൻ്റെ അക്രോസ് ആയിട്ട് ചെറിയൊരു വോൾട്ടേജ് ലോസ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് നമുക്ക് 12 വോൾട്ട് സപ്ലൈ തന്നെ കിട്ടും. ഇനി ഒരു പാരലൽ കണക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ ആ സെയിം R1, R2, R3 3 റെസിസ്റ്റേഴ്സ് ഞാൻ പാരലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ഓൺ ആയതുകൊണ്ട് തന്നെ സപ്ലൈ ഇതിന് അക്രോസ് വർക്കാവുന്നുണ്ട്. ഇതിൽ കൂടെ കറണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പാരലൽ കണക്ഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. അതായത് വോൾട്ടേജ് അക്രോസ് R1ഉം R2ഉം R3യും സെയിം തന്നെ ആയിരിക്കും, 12 വോൾട്ട് തന്നെ. അതേസമയം R1 ബ്രാഞ്ചിലൂടെയും R2 ബ്രാഞ്ചിലൂടെയും R3 ബ്രാഞ്ചിലൂടെയും കടന്നു പോകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും. ടോട്ടൽ കറണ്ട് ഡിഫറൻ്റ് ആയിട്ട് ഡിവൈഡ് ആയിട്ടായിരിക്കും നമ്മളുടെ ഈ 3 ബ്രാഞ്ചിലും കൂടെ പോകുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് 6, 3 എന്ന് തന്നിട്ടുണ്ട്. പാരലൽ കണക്ഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അതായത് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നാണ്. ഇവിടെ 3 എണ്ണമേ ഉള്ളതുകൊണ്ട് 3 റെസിസ്റ്റൻസിൻ്റെ കൊടുത്തിട്ടുള്ളൂ. വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ R ഈക്വൽ ടു 6/5 1.2 ഓം എന്ന് കിട്ടും. അതായത് ടോട്ടൽ ഈ ഒരു കോമ്പിനേഷൻ്റെ റെസിസ്റ്റൻസ് 1.2 ഓം എന്ന് കിട്ടും. അപ്പോൾ പാരലൽ കണക്ഷനിൽ
റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. സീരീസ് കണക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സം എടുക്കുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. ഇവിടെ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് 1.2 ഓം എന്ന് കിട്ടി. ഇനി ഈ സർക്യൂട്ടിൽ കൂടെ കടന്നു പോകുന്ന ടോട്ടൽ കറണ്ട് എത്രയാണെന്ന് നോക്കാം. അതായത് സ്വിച്ചിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണെന്ന് നോക്കാം. I = V/R വെച്ച് V 12 എന്ന് നമുക്കറിയാം, ടോട്ടൽ റെസിസ്റ്റൻസ് 1.2 എന്നറിയാം. അതുകൊണ്ട് I = 12/1.2 10 ആംപിയർ എന്ന് കിട്ടും. ഇനിയും ഓരോ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് എത്ര കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് സെയിം വോൾട്ടേജ് 12 വോൾട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പാരലൽ കണക്ഷനിൽ സെയിം വോൾട്ടേജ് ആണ് എല്ലാത്തിനും അക്രോസ്. അതുകൊണ്ട് തന്നെ I1 = V/R1 = 12/6 2 ആംപിയർ എന്ന് കിട്ടും. I2 = 4 ആംപിയർ എന്ന് കിട്ടും. I3 = അതും 4 ആംപിയർ എന്ന് കിട്ടും. സെയിം റെസിസ്റ്റൻസ് തന്നെയാണ് R2ഉം R3. അതുകൊണ്ടാണ് ഇവിടെ സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നേരത്തെ സീരീസ് കണക്ഷനിലും സെയിം റെസിസ്റ്റൻസ് വരുന്നിടത്ത് സെയിം വോൾട്ടേജ് ആവും. അപ്പോൾ ടോട്ടൽ കറണ്ട് 10 ആംപിയർ 3 റെസിസ്റ്റൻസിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ആയി പോകുന്നുണ്ട്. അതായത് 4 + 4 + 2 4 4 8 2 10 ആംപിയർ എന്ന് കിട്ടും. അതായത് I = I1 + I2 + I3 എന്ന് എഴുതാൻ സാധിക്കും. നമ്മളുടെ വീട്ടിലെ AC കണക്ഷൻസ് എല്ലാം സാധാരണ നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാരണം എല്ലാ അപ്ലയൻസിനും അക്രോസ് സെയിം വോൾട്ടേജ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാരലൽ കണക്ഷൻ കൊടുക്കുന്നത്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണക്ട് ചെയ്യുന്ന ലോഡിൻ്റെ അല്ലെങ്കിൽ ഏത് അപ്ലയൻസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് അനുസരിച്ച് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യും. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 3.66 ആംപിയർ, 1.83 ആംപിയർ, 3.66 ആംപിയർ, അതുപോലെ ടോട്ടൽ ആംപിയർ 9.16 ആംപിയർ. ഇവിടെയും മുമ്പ് കാണിച്ചതിൻ്റെ കൂട്ട് തന്നെ റെസിസ്റ്റൻസിന് ലോസ് ഉള്ളതുകൊണ്ടാണ് കറക്റ്റായിട്ട് റൗണ്ടഡ് ആയിട്ട് 4 ആംപിയർ തന്നെ വരാത്തത്. എല്ലാ റെസിസ്റ്റൻസിനും 5%ഓ 1%ഓ ഒക്കെ ചെറിയ ലോസ് കാണും. അതുപോലെ ഈ സർക്യൂട്ടിൻ്റെ ബാറ്ററിക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കണക്ട് ചെയ്തിരിക്കുന്ന അമ്മീറ്ററിനും വോൾട്ട് മീറ്ററിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കാണും. അതുകൊണ്ടാണ് റിയൽ ടൈമിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നത്. നമുക്ക് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വാല്യൂസ് കിട്ടും.